പി ജെയിംസ് തുടരുന്നുണ്ട്. ഏതായാലും വ്യോമപാത അടച്ചതും വിമാനങ്ങളുടെ നിയന്ത്രണവുമാകെ അത് മലയാളികളടക്കമുള്ള പ്രവാസികളെയും ബാധിക്കുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞു. ഈ മേഖലയിലെ സമാധാനം GCC രാഷ്ട്രങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ കച്ചവടമായാലും സ്വൈര്യജീവിതമായാലും ഒക്കെ വ്യാപാരബന്ധങ്ങളിൽ അമേരിക്ക സൈനികമായും ഒക്കെ പങ്കാളികളാകുന്നു എങ്കിൽ പോലും എല്ലാ തരത്തിലും സമാധാനം പുലരേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യക്കാർ GCC രാഷ്ട്രങ്ങളാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഇനി ഏത് തരത്തിലുള്ള ഇടപെടലിനാണ് നമ്മൾ സാധ്യത കാണുന്നത്? ഈ കൂടുതൽ ഈ ഒരു സമാധാന ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ സന്ധി സംഭാഷണങ്ങളിലേക്ക് GCC രാഷ്ട്രങ്ങളുടെ ഒരു കടന്നു വരവിനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ എത്രത്തോളമാണ്? പ്രത്യേകിച്ച് അമേരിക്കയുമായി അടുത്ത ബന്ധം ഈ രാഷ്ട്രങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന സാഹചര്യത്തിൽ കൂടി. ഗോകുൽ, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അമേരിക്കയുമായി ഏറ്റവും അടുപ്പമുള്ള സൗദി അറേബ്യ, ഖത്തർ, UAE അടക്കമുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ തന്നെ എണ്ണയുടെ വ്യാപാരം തടയപ്പെടുന്നു. ഈ രാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ലക്ഷക്കണക്കിന് മലയാളികളെ ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഒക്കെ ബാധിക്കുന്നതാണ്. ഇവിടെ 4% വില കൂടിയപ്പോൾ തന്നെ ഇവിടെ പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും. പിന്നെ നമ്മുടെ അവിടുത്തെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഖത്തർ ഇറാൻ്റെ ഇത്രയും അടുത്ത സുഹൃത്തായിട്ടും എന്തുകൊണ്ട് ഖത്തറിലെ അമേരിക്കയുടെ വ്യോമ താവളം ആക്രമിച്ചു എന്നുള്ളതിന്. അതിന് മറുപടി മധു കൊട്ടാരക്കർ അതിനെക്കുറിച്ച് സൂചന പറഞ്ഞിരുന്നു. 40,000 സൈനികരാണ്, അമേരിക്കയുടെ സൈനികരാണ് വിവിധ US-ൻ്റെ താവളങ്ങളിലായി ഉള്ളത്. അതിൽ 11,000 പേര്, 8,000-നും 11,000-നും ഇടയ്ക്ക് സൈനികരുള്ളത് ഖത്തറിലാണ്. ആ ഖത്തറിലെ അൽ-ഉദൈദയിൽ ബ്രിട്ടൻ്റെ സൈനികരുമുണ്ട്. അത് റൊട്ടേഷൻ ബേസിലാണ് അവർ വരുന്നത്. എന്ന് മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിലും പശ്ചിമേഷ്യയിലൊക്കെയുള്ള വ്യോമത്താവളങ്ങളിലും സേനാ താവളങ്ങളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഖത്തറിലെ ഈ അൽ-ഉദൈദ സേനാ താവളമാണ്. അപ്പോൾ അമേരിക്കയുടെ മുഖ്യ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കമാൻഡ് സെൻറ്റർ ഖത്തറിലാണ്. അതുകൊണ്ടാണ് ഖത്തറിലേക്ക് ഇറാൻ ലക്ഷ്യം വെച്ചത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം സൗദിയിലും ബഹ്റിനിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ, ഇറാഖിലൊക്കെ അവരുടെ സേനാ താവളങ്ങളുണ്ടെങ്കിലും അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിലെ ഈ സേനാ താവളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ 100-ലേറെ യുദ്ധവിമാനങ്ങളുണ്ട്. അതുമാത്രമല്ല ഗോകുൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്കയുടെ 2 വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെ അടുത്ത് കടലിലുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും ഏതാണ്ട് 60 യുദ്ധവിമാനങ്ങൾ വീതമുണ്ട്. അപ്പോൾ 60 ഫൈറ്റർ വിമാനങ്ങൾ ഇനി ഖത്തറിലെ എയർബേസിൽ. അപ്പോൾ 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ റെഡിയാണ്. അത് F-16, F-35 ഇതിൽപ്പെട്ടതാണ്. ഹെലികോപ്റ്ററുകളുണ്ട്. അങ്ങനെ ഒരു യുദ്ധം നടത്താനുള്ള സംവിധാനം മിഡിൽ ഈസ്റ്റിലെ വ്യോമത്താവളങ്ങളിലും സേനാ താവളങ്ങളിലും അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് ഇറാൻ കൂടുതൽ തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഈ താവളങ്ങളിൽ നിന്നായിരിക്കും അടി വരുന്നത്. അതുകൊണ്ട് ഇറാൻ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഖത്തറിൽ ഒരു മെസ്സേജ് കൊടുത്തു, ചർച്ചയ്ക്കുള്ള വഴി തുറക്കാൻ വേണ്ടി ആയിരിക്കണം. അല്ലാതെ ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് ഇസ്രായേൽ ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് ശ്രമിക്കുമെന്ന് കരുതാൻ വയ്യ. കാരണം അത്രയും അതിശക്തമായിട്ടുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിലെ 2 വിമാന വാഹിനി കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, അതിലെ ഒന്ന് USS വിൻസ് കാൾസനാണ്. കാൾസനെ സംബന്ധിച്ചിടത്തോളം 7 മാസമായിട്ട് അവിടെയുണ്ട്. പക്ഷെ വിയറ്റ്നാമിലേക്ക് പോകാനിരുന്ന അമേരിക്കയുടെ USS നിമിറ്റ്സ് എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഈ സംഭവം പ്രമാണിച്ച് വിയറ്റ്നാമിലേക്കുള്ള യാത്ര റദ്ദാക്കി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ അടുത്ത് തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധത്തിന് തയ്യാറായാൽ അത് വല്ലാത്ത രീതിയിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് പേടിക്കേണ്ടത്. അമേരിക്കയാണ് സൂക്ഷിക്കേണ്ടത്. അമേരിക്ക തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ ഇതൊരു വല്ലാത്ത യുദ്ധത്തിലേക്ക് പോകും. റഷ്യയും ചൈനയും വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ എണ്ണ മുഴുവൻ ഹോർമൂസ് കടലിടുക്കിലൂടെ വരേണ്ടതാണ്. അത് മുഴുവൻ തടയപ്പെട്ടാൽ അവരുടെ വ്യാപാരത്തെ ബാധിക്കും. ഇത് മാത്രമല്ല, ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്, ഇറാൻ്റെ പങ്കാളിയാണ് ചൈന. എന്ന് മാത്രമല്ല, ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ അയക്കുന്നത് ഇറാനിൽ നിന്നാണ്.
അപ്പോൾ ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചൈനയ്ക്കോ റഷ്യക്കോ താല്പര്യമില്ല. അമേരിക്ക വീണ്ടും കയറി ആക്രമിച്ചാൽ ഇവരൊക്കെ കൈവിട്ട് ഇറാനെ സഹായിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോകാം. അതുകൊണ്ടാണ് ഒരു തീപ്പൊരി വീണാൽ ഇത് ലോകമഹായുദ്ധമായി മാറുന്ന അവസ്ഥയുണ്ടാവാമെന്ന് പറയുന്നത് വെറുതെയല്ല. അത് നമ്മൾ സാധാരണ പറയും തള്ളലാണ്. നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇത് വളരെ വളട്ടൈലാണ്. ഈ ഗസയിലെ യുദ്ധം ഇത് മുന്നോട്ട് മാറിയാൽ പല തരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പൊ ഖത്തറിനെ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇറാൻ കയറി ഖത്തറിൽ ഇങ്ങനെ ചെയ്യുന്നു. ഖത്തർ പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ്. കാരണം ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന് മേൽ വേറൊരു രാജ്യം കയറി അടിച്ചാൽ അവർക്ക് നമ്മുടെ UN ചാർട്ടറിലെ 51 ആർട്ടിക്കിൾ അനുസരിച്ച് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.